അഞ്ചുതെങ്ങ് ഫോർട്ടിന്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, ഇനിയുണ്ടെന്ന്. പക്ഷേ ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പാർട്ട് 2 ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കുറച്ച് നാൾ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു, അതാണ് വൈകിയത്. ഹായ് ഹലോ, ദിസ് ഈസ് ടി ഡയറീസ് ഹിയർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഹൗസിലേക്കാണ് നേരെ പോയത്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു മിഷനിലോട്ടാണ് പോയത്. അപ്പോൾ ഇത് ലൈറ്റ് ഹൗസിന്റെ പല സ്ഥലത്തു നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലൈറ്റ് ഹൗസിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരാൾക്ക് പെർ ഹെഡ് വരുന്നത് 20 rupees ആണ്. അപ്പോൾ മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്യാമറ വീഡിയോഗ്രാഫി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 25 ആണ് പെർ ഹെഡിന് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി ലൈറ്റ് ഹൗസിലോട്ടാണ് പോയത്. പിന്നെ ഒരു പ്രധാന കാര്യം, ഇവിടെ ഗൂഗിൾ പേ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ ക്യാഷുമായിട്ട് വേണം വരാൻ. ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒരാളെ നിന്നാണ് ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് ക്യാഷ് വാങ്ങിച്ചത്. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് മുകളിലത്തെ വ്യൂ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് വന്ന എന്നെ ഒരുപാട് സ്റ്റെപ്പ് കയറിയെങ്കിലും ഞാൻ എത്തിപ്പെട്ട നല്ലൊരു സ്ഥലത്താട്ടോ. ആളും വിചാരിച്ച് സ്റ്റെപ്പ് എല്ലാം കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ് മുകളിലെത്തി. നോക്കിയപ്പോഴത്തേക്ക് പിന്നെയും കിടക്കുന്ന ഒരു ഏണി. പിന്നെ ആളെ എങ്ങനെയെങ്കിലും കൈയൊക്കെ പിടിച്ച് വലിഞ്ഞൊക്കെയാണ് കയറി മുകളിലെത്തിയത്. ഇത്രയും കഷ്ടപ്പെട്ട് മുകളിലെത്തിയതിന്റെ റിസൾട്ട് നമുക്ക് മുകളിലെത്തിയപ്പോഴാണ് മനസ്സിലായത്. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂസ് ആണ് മുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. മൊത്തത്തിൽ അവിടെയുള്ള 5 തെങ്ങിന്റെ ആ ഏരിയ ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് അത് കൂടാതെ 5 തെങ്ങ് ഫോർട്ട്, പിന്നെ ഈ കടല്, ആകാശം, സൂര്യൻ എല്ലാം അവിടെ നിന്ന് കാണാൻ അടിപൊളിയാണ്. ആരെങ്കിലും ഇവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇത് എക്സ്പ്ലോർ ചെയ്യണം, മിസ്സാക്കരുത്. ശരിയായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. നമ്മൾ സൂര്യനെയൊക്കെ വീഡിയോ എടുത്തത് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു സൺസെറ്റിന്റെ ഒക്കെ ഒരു രീതിയിൽ നമുക്ക് സൂര്യന്റെ വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഗ്രൗണ്ട് വ്യൂ അടിപൊളിയായിരുന്നു ഫോർട്ടിന്റെ. അതിൻ്റെ കൂടെ ബീച്ചൊക്കെ കാണുന്നതും അടിപൊളി ഒരു വൈബ് കിട്ടിയ ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു കാറ്റൊക്കെ കിട്ടുന്ന ഒരു റൊമാൻറ്റിക് പ്ലേസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു, കുറേ നമ്മൾ ചിരിച്ചു കഴിച്ചു. അങ്ങനത്തെ നല്ലൊരു സ്പോട്ടായിരുന്നു. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തർ മാറുമ്പോഴാണ് ഓരോരുത്തർ നിൽക്കുന്നത്. അപ്പം നമ്മൾ വേഗം തന്നെ മാറിക്കൊടുത്ത് കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് മാക്സിമം അതിന് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയത്. സത്യത്തിൽ വൈകിപ്പിച്ചത് എനിക്ക് താഴോട്ട് ഇറങ്ങാൻ നല്ല പേടിയായിരുന്നു കേട്ടോ. കയറിയതിൻ്റെ പാട് എനിക്ക് മാത്രം അറിയാം. ഇനി താഴോട്ട് എങ്ങനെ ഇറങ്ങുമെന്ന് ആലോചിച്ചിട്ടാണ് അത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ശരിയാട്ടോ, പുള്ളിക്കാരിക്ക് നല്ല പേടിയായിരുന്നു ഇത് ഇറങ്ങാനായിട്ട്. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും കിടക്കുന്നു ഒരു ലോഡ് സ്റ്റെപ്പ്. ഇതെങ്ങനെയെങ്കിലും ഇറങ്ങി താഴെ എത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് പിന്നെ നമ്മൾ ഇറങ്ങിയത്. ഇറങ്ങുന്ന ടൈമിൽ നമ്മൾ ആ വിൻഡോ വഴിയുള്ള വ്യൂസ് എല്ലാം മാക്സിമം ആസ്വദിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ താഴെ എത്തി. അത് ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ നിന്നത്. നല്ല ഇറങ്ങി നന്നായിട്ട് കാല് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് റെസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിന്ന് കുറച്ച് ആസ്വദിച്ചിട്ട് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെയുള്ള പാർക്കിലാണ് പോയത്. അവിടെ കുട്ടികൾക്കായിട്ടുള്ള പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, കപ്പിൾസിനായാലും ഫ്രണ്ട്സിനായാലും ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. നമുക്ക് കുറേ ബെഞ്ചസ് ഒക്കെ ഉണ്ട് അവിടെ. നമുക്ക് ഇരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാനും എല്ലാത്തിനും വേണ്ടുന്ന സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈവനിങ് ടൈമാണ് നല്ല ബെസ്റ്റ് ടൈം. ആ ലൈറ്റ് ഹൗസും ഫോർട്ടും എല്ലാം നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്ത് ഞങ്ങളെ കൂടെ കൂടിക്കോട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.